അയോധ്യ രാമക്ഷേത്രത്തിൽ തൻ്റെ കുടുംബം സമർപ്പിച്ച 5 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം പൂശിയ രാമചരിതമാനസം എന്ന ഗ്രന്ഥം പ്രധാന പ്രദർശന സ്ഥലത്ത് നിന്ന് കാണാനില്ലെന്ന് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കൂടിയായ വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ S ലക്ഷ്മിനാരായണൻ 2024 ഏപ്രിലിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് 125 കിലോഗ്രാം ഭാരമുള്ള 24 കാരറ്റ് സ്വർണം പൂശിയ ഗ്രന്ഥമാണ് കുടുംബം സമർപ്പിച്ചതെന്ന് ലക്ഷ്മിനാരായണൻ പറയുന്നു. 2024 ഡിസംബറിന് ശേഷം അത് അവിടെ നിന്ന് കാണാതായെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. കൃത്യമായി പറഞ്ഞാൽ ശ്രീരാമനെ മുഴുവൻ ഇക്കൂട്ടർ കൊള്ളയടിച്ച അവസ്ഥയാണുള്ളത്. അപ്പോഴാണ് വിചിത്രവാദവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് അധ്യക്ഷനും മുതിർന്ന അഭിഭാഷകനുമായ അലോക് കുമാർ രംഗത്ത് വരുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി, രാം ഗോപാൽ യാദവ്, അരവിന്ദ് കെജ്രിവാൾ, സഞ്ജയ് സിംഗ് തുടങ്ങിയവരെ ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം. 20,000 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് നടന്നതെന്നും സംഭാവനകളിൽ കോടിക്കണക്കിന് രൂപ തിരിമറി നടത്തിയെന്നും ഭൂമി വാങ്ങുന്നതിലടക്കം തട്ടിപ്പ് നടന്നെന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവരെ അന്വേഷണ ഏജൻസി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണം. എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും എവിടെ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചതെന്നും എന്തെങ്കിലും തെളിവുകളോ രേഖകളോ കൈവശമുണ്ടോ എന്നും ചോദിക്കണമെന്നും VHPയുടെ ആവശ്യം. ഇനി BJPയുടെ വകയും ആരോപണമുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് സംഭാവനയായി ലഭിച്ച പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിച്ച കേസിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് പങ്കുണ്ടെന്നാണ് BJP പറയുന്നത്. മോദി ഭരിക്കുന്ന നാട്ടിൽ മോദിയെ അധികാരത്തിലേറ്റാൻ നിർണായക പങ്കുവഹിച്ച ശ്രീരാമക്ഷേത്രം നടത്തിപ്പുകാരാൽ കൊള്ളയടിക്കപ്പെട്ടിട്ട് ഇതുവരെ ഇടി വന്നിട്ടില്ല. ഹിന്ദുത്വവാദികൾക്ക് അനക്കമില്ല. നിലവിൽ ഈ കൊള്ളയുമായി അറസ്റ്റിലായവരിൽ 2 പേരുടെ അവസ്ഥ പരിശോധിക്കാം. അവിനാഷ് ശുക്ല, ഇയാൾ പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്. സംഭാവന എണ്ണുന്ന വേളയിൽ പണം കണക്കെടുക്കുന്ന ചുമതലയായിരുന്നു ഇയാൾക്ക്. ഇയാളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് 20 ലക്ഷം രൂപയും വിദേശ കറൻസികളും സ്വർണ്ണാഭരണങ്ങളും പിടിച്ചെടുത്തു. CCTV ക്യാമറകളുടെ കണ്ണുവിട്ടിച്ച് ശുചിമുറികളിൽ പണം ഒളിപ്പിച്ചാണ് ഇയാൾ കടത്തിയിരുന്നത്. വർഷങ്ങളായി അയോധ്യയിലെ യോഗ കേന്ദ്രത്തിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. മറ്റൊരാൾ അനുകൽപ് മിശ്രലയാണ്. കരാർ ജീവനക്കാരനായ ഇയാൾ പ്രതിമാസം 15,000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്നാൽ ഇയാളുടെ പേരിൽ 65 ലക്ഷം രൂപ വിലമതിക്കുന്ന വീട്, ഫാം ഹൗസ്, വില കൂടിയ മോട്ടോർ സൈക്കിൾ, SUV വാഹനം എന്നിവ കണ്ടെത്തി. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനാണ് ഇയാൾക്കെതിരെ അന്വേഷണം. ഇയാളിൽ നിന്ന് 16.8 ലക്ഷം രൂപ കണ്ടെടുത്തു. ക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയുമായുള്ള ഇയാളുടെ കുടുംബ ബന്ധവും അന്വേഷണ പരിധിയിലാണ്. ഇപ്പോഴും രാമക്ഷേത്രത്തിലെ കൊള്ളയെക്കുറിച്ച് RSS അധ്യക്ഷൻ മോഹൻ ഭാഗവതിന് പറയാനുള്ളത് റാം റാം എന്നു മാത്രമാണ്. രാജ്യത്തെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ച് നിർമ്മിച്ച ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടിട്ട് ഭരണകൂടം ഇരുട്ടിൽ തപ്പുന്നത് ഈ നാട് കണ്ണു തുറന്ന് കാണുകയാണിപ്പോൾ.